മോളെ സാരമില്ല, ചെറുപ്പകാലത്ത് ഇങ്ങനെയൊക്കെ പലർക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കും. അവർക്കത് അറിയാതെ പറ്റിയതായിരിക്കും. അവരങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. സാരമില്ല കേട്ടോ, പോട്ടെ, അതങ്ങ് മറന്നേക്ക്. ഇനി ഇത് ആരോടും ചെന്ന് പറയാൻ നിൽക്കണ്ട. ഇനി ആൺകുട്ടികളോടാണെങ്കിൽ, എടാ സാരമില്ല, അത് പോട്ടെ, അതങ്ങ് മനസ്സിൽ നിന്ന് വിട്ടേക്ക്, നീ അതും ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടേന്. ഇങ്ങനെ എത്ര എത്ര സാരല്യകൾ കേട്ടിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ നിന്ന് അത് പോയോ? ഒരു ലെവലേശം നിങ്ങളുടെ വിഷമം കുറയ്ക്കാൻ ഈ സാരില്ല എന്നൊരു വാക്കുകൊണ്ട് പറ്റിയിട്ടുണ്ടോ? ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ തിരിച്ചടികളോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെന്ന് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരോട് ചെന്ന് നമ്മളത് പറയുമ്പോൾ അവരുടെ നിന്ന് കേൾക്കുന്ന ഒരു വാക്കായിരിക്കും സാരില്ല എന്നുള്ളത്. അവർക്ക് അങ്ങനെ പറ്റുള്ളൂ, അവർക്കതേ അറിയുള്ളൂ. അതുകൊണ്ടാണ്, നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നും അല്ല. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും നല്ലൊരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കുക. അവർക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ വിചാരിക്കും ഒരു ഫോൺ കോൾ കൊണ്ട് അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ടൊക്കെ ഇവിടെ എന്ത് സംഭവിക്കാനാണ്. നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കൂ, നിങ്ങൾ അവരെ ഒന്ന് കൺസൾട്ട് ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ, അല്ലെങ്കിൽ നിങ്ങൾ അതുമൂലം ഉണ്ടായിട്ടുള്ള നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഇമോഷൻസിനെ എല്ലാം വേരോടെ പിഴുതെടുക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ടുവരാനും അവർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. അവിടെ ഒരിക്കലും സാരമില്ല, അത് പോട്ടെ, വിട്ടേക്ക് എന്നിങ്ങനെയുള്ള വാക്കുകളൊന്നുമില്ല കേട്ടോ.